നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. AMT വാഹനത്തിൻ്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്ത വീഡിയോയിൽ തെറ്റുണ്ട്, അത് അങ്ങനെയൊന്നുമല്ല, പഠിച്ചിട്ട് വന്ന് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ചില ക്ലാരിഫിക്കേഷൻസ് എനിക്ക് തരാനുണ്ട്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെ ഞാൻ പറയും. ഇത് പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഡേവിഡ് സർ എന്നുള്ള പേരിലാണ് 9069 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഇത് ശരിയായ അറിവല്ല. ബ്രസ ഓട്ടോമാറ്റിക് ഇങ്ങനെയൊന്നുമല്ല. അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി വ്ളോഗ് ചെയ്യൂ. ഓക്കെ, ഓരോരുത്തരും അവരുടേതായ വ്യക്തിപരമായ ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞൊരു കമൻ്റ് ആണെങ്കിൽ ഓരോ വ്യക്തിയുടെ താല്പര്യാർത്ഥമാണ് അവർ ചെയ്യുന്നത്, അവരുടെ സ്വന്തം താല്പര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് ബ്രസയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രസയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രസ എന്ന് പറയുന്നൊരു വാഹനം നമുക്കറിയാം, ഒരു ഓട്ടോമാറ്റിക് ആണ്, ടോർക്ക് കൺവേർട്ടർ യൂസ് ചെയ്യുന്ന വാഹനമാണ്. ഞാൻ ആ ചെയ്തിരിക്കുന്ന വീഡിയോ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ AMTയിൽ നമ്മൾ ചെയ്യുന്ന 6 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഇനിയും ഡൗട്ടുള്ള ആൾക്കാർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യുന്നതിൻ്റെ കാര്യം. കാരണം AMT AGS, അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അഥവാ AMT എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, ഈ 2 വാഹനങ്ങൾ ശരിക്കും ഓട്ടോമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ ശരിക്കും ഓട്ടോമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അത് ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഗിയർ ബോക്സ് നമ്മുടെ സാധാരണ മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ വരുന്ന മാറ്റമാണ് ഇതിനൊരു AMT ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് സാധാരണ ക്ലച്ച്, സാധാരണ ഒരു മാനുവൽ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലച്ച് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ആ ക്ലച്ച് നമ്മൾ സാധാരണ ക്ലച്ച് യൂസേജ് ചെയ്യുന്ന പോലെ തന്നെ അതിലും യൂസ് ഉണ്ടാകുന്നുണ്ട്, യൂസ് നടക്കുന്നുണ്ട്. ചിലപ്പം തേയ്മാനം കൂടുതലുണ്ടെങ്കിൽ നേരത്തെ ക്ലച്ച് മാറി വിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AMT അല്ലെങ്കിൽ AGS എന്ന് പറയുന്ന വാഹനത്തിൽ എന്തുകൊണ്ട് നമുക്ക് മൈലേജ് മാനുവൽ വാഹനത്തിൻ്റെ സെയിം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സെയിം മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ്. ആ ക്ലച്ച് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പാറ്റേണിൽ തന്നെയാണ് ആ വാഹനം ഓടുന്നത്. അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ഒരു രീതിക്ക് മൈലേജ് കിട്ടുന്നത്. പക്ഷേ ഒരു ഓട്ടോമാറ്റിക് വാഹനം, അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെ ഒരു ബ്രസ കയ്യിലിരിപ്പുണ്ട്, ടോർക്ക് കൺവേർട്ടർ വരുന്ന മോഡലാണ്, എന്തുകൊണ്ട് ആ വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ല? മാനുവൽ ബ്രസയ്ക്ക് കിട്ടുന്ന വാഹനമല്ല ഒരു ഓട്ടോമാറ്റിക് ബ്രസയ്ക്ക് കിട്ടുന്ന. ഓട്ടോമാറ്റിക് ബ്രസ യൂസ് ചെയ്യുന്ന ആൾക്കാർ സിറ്റി ഡ്രൈവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9-10 മാക്സിമം കിട്ടുന്നുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു മാനുവൽ വാഹനമാണല്ലോ 15-16 കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് രാപ്പകൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഗിയർ ബോക്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ആ കാണുന്ന വീഡിയോയിൽ പല വാഹനങ്ങൾക്കും പല രീതിയാണെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ടോർക്ക് കൺവേർട്ടർ വരുന്ന മോഡൽസിൽ ശരിക്കും പറഞ്ഞാൽ അതിലൊരു ഓയിൽ സർക്കുലേഷൻ വെച്ചിട്ടാണ്, അതിൻ്റെ കറക്കത്തിൻ്റെ ഫോഴ്സ് അനുസരിച്ചാണ് ഈ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ കുറേ കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുറേ ഡ്രൈവ് നമുക്ക് അവിടെ വേസ്റ്റ് ആകുന്നുണ്ട് ഒരു ടോർക്ക് കൺവേർട്ടർ വരുന്ന സമയത്ത്. അതേ സ്ഥാനത്ത് ഒരു ക്ലച്ച് വരുന്ന വാഹനത്തിന് അവിടെ ഒരു വേസ്റ്റേജ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും മൈലേജ് നമുക്കൊരു ക്ലച്ചുള്ള വാഹനത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് AMT അല്ലെങ്കിൽ AGS വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഏറ്റവും ടോപ്പായിട്ട് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന 2 വേരിയൻസ് ആണ് AMT അല്ലെങ്കിൽ AGS എന്നറിയപ്പെടുന്ന ഈ വാഹനങ്ങൾ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള രീതി, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ മേളിലിട്ടേക്കാം. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞാൻ 10 വർഷമായിട്ട് മാരുതിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. AMT 2014 കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ സ്ഥിരം ഫേസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അരച്ച് കലക്കി കുടിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. എന്ത് ഡൗട്ട് നിങ്ങൾക്ക് AMT അല്ലെങ്കിൽ AGSനെ കുറിച്ചുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഒരിക്കലും ഒരു AMTയും ഒരു ഓട്ടോമാറ്റിക് വാഹനം തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും 2 തന്നെയാണ്. കാരണം ഓട്ടോമാറ്റിക് വാഹനത്തിൽ P മോഡുണ്ട്, ഒരു പാർക്ക് മോഡുണ്ട്. AGS വാഹനത്തിൽ അല്ലെങ്കിൽ AMT വാഹനത്തിൽ അതില്ല. അപ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യമില്ല. ഞാൻ പറയാറുണ്ട്, വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് D മോഡിൽ അല്ലെങ്കിൽ R മോഡിലിട്ട് ഓഫ് ചെയ്യണം. ഓട്ടോമാറ്റിക് വാഹനത്തിൽ R മോഡിലിട്ട് കഴിഞ്ഞാൽ വാഹനം ഓഫ് ചെയ്യാൻ സാധിക്കത്തില്ല, ACC ഓണായി തന്നെ കിടക്കും. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ വാഹനം തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന വാഹനത്തെക്കുറിച്ച് തന്നെയാണോ പറയുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ.